ഒരു മുംബൈയിലാണെങ്കിൽ അലീനയെ പുറത്താക്കാനുള്ള ശ്രമം, അലീനയെ കളിയാക്കുന്ന രീതി, അങ്ങനെ ഒടുവിൽ അലീന തൻ്റെ മുത്തശ്ശന് നേരെ പൊട്ടിത്തെറിക്കുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. നാളെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ അലീനയെ കാണിച്ചുകൊണ്ടാണ്. അതായത് അലീനയാണെങ്കിൽ ഡോഗുകളുമായിട്ട് നല്ല രീതിയിൽ ഇണങ്ങി സംസാരിക്കുകയാണ്. ഇവിടെയാണെങ്കിൽ സ്റ്റാലിൻ്റെ അപ്പൻ വിളിച്ച് ചീത്ത പറയുകയാണ്. മോനെ, നിനക്കറിയാവുന്നതല്ലേടാ, നമ്മുടെ വീട്ടുപേരൊക്കെ ചീത്തയാവുന്നൊരു പരിപാടിയാണ് നീ ചെയ്തു വെച്ചിരിക്കുന്നത്. നിനക്ക് അതിൻ്റെ വല്ല ബുദ്ധിയുണ്ടോ? ചിന്തിച്ച് ആലോചിച്ചാണോ നീ ഇതൊക്കെ ചെയ്തത് എന്ന് ചോദിക്കുകയാണ്. ഇതേ സമയം അപ്പച്ച, എല്ലാം ചിന്തിച്ച് തന്നെയാണ് ഞാൻ ഈ കാര്യം ചെയ്തത്. എന്ത് പ്രശ്നം വന്നാലും അതെല്ലാം നേരിടാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ, നീ മാത്രം തയ്യാറായാൽ പോരല്ലോ. നിൻ്റെ ഭാര്യ, നിൻ്റെ കുട്ടികൾ, നിൻ്റെ കുടുംബം, എല്ലാവർക്കും നല്ല രീതിയിൽ ചീത്തപ്പേരും വരും, അപമാനവും വരുമെന്ന് പറയുമ്പോൾ, എന്ത് അപമാനം വന്നാലും എൻ്റെ മകളെ കൈവിടാൻ ഞാൻ ഒരുക്കമല്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ ഞാൻ അവിടേക്ക് വരട്ടെ. ഞാൻ വന്നിട്ട് നമുക്ക് സംസാരിച്ച് ആലോചിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്താം. എനിക്കും ആ പെൺകുട്ടിയെ ഒന്ന് കാണണമെന്ന് പറയുന്നു. അവൾ ചിലപ്പോൾ നിന്നെ കബളിപ്പിക്കാൻ വന്നതായിരിക്കും, പഠിച്ച കള്ളിയായിരിക്കും എന്ന് പറയുകയാണ്. ദേ അച്ഛ, അങ്ങനെയൊന്നും പറയല്ലേ എന്ന് അലീനയുടെ സ്റ്റാൻലി പറയാണ്. കളിയാക്കുമ്പോൾ, കുറ്റപ്പെടുത്തുമ്പോഴൊക്കെ സ്റ്റാൻലി പറയുന്നുണ്ട് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല എന്നും. അപ്പന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അലീന തൻ്റെ മകളാണ് എന്ന് അംഗീകരിക്കാതിരിക്കാനും കഴിയില്ല എന്ന് പറയുമ്പോൾ, എൻ്റെ മോനെ, നിന്നെ അവരെല്ലാവരും കൂടി ചതിക്കുകയാടാ എന്ന് നമ്മുടെ അപ്പൻ പറയുകയാണ്. ഇതിനിടയിൽ ഞാൻ ഇന്ന് തന്നെ കുറച്ച് നിമിഷങ്ങൾക്കകം തന്നെ അവിടേക്ക് എത്തിച്ചേരുമെന്ന് പറയുമ്പോൾ, അപ്പനോട് ആരാണ് ഇത് പറഞ്ഞത് എന്ന് നമ്മുടെ സ്റ്റാലിൻ ചോദിക്കുമ്പോൾ, അതിനെയൊക്കെ കുറിച്ച് ഞാൻ അവിടെ വന്നതിന് ശേഷം പറയാം, അതായിരിക്കും കുറച്ചുകൂടി ഉത്തമമെന്ന് പറയുകയാണ്. എങ്കിൽ ശരി അപ്പൻ, വന്നോളൂ എന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ കുട്ടിച്ചായൻ യാത്ര തിരിക്കുകയാണ് എന്ന് കാണാൻ കഴിയും സ്റ്റാലിൻ്റെ ബംഗ്ലാവിലേക്ക്. ഇവിടെ അലീനയെ സംസാരിക്കുകയാണ്, അതായത് അലീനയോട് സംസാരിക്കാനായിട്ട് ഒരുങ്ങുകയാണ് സ്റ്റാലിൻ എന്ന് കാണാം. അതായത് അലീന തൻ്റെ ചിട്ടകളിൽ കുറച്ചും കൂടി മാറ്റം വരുത്തണമെന്നും ഈ സമയത്തൊന്നും എഴുന്നേറ്റാൽ ശരിയാകില്ലെന്നും, ഞാൻ അവരെ രീതികളിൽ കുറച്ച് മാറ്റം വരുത്തിക്കോട്ടെ എന്നും നമ്മുടെ സ്റ്റാലിനോട് ചോദിക്കുകയാണ്. ഇതേ സമയം സ്റ്റാലിനാണെങ്കിൽ അലീനയ്ക്ക് അനുവാദം കൊടുക്കുകയാണ്. അലീനയാണെങ്കിൽ സാറ് എന്നാണ് വിളിക്കുന്നത്. ഇതേ സമയമാണെങ്കിൽ ബാലചന്ദ്രനെ നീ അച്ഛ എന്നാണ് വിളിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് എന്നെ പപ്പ എന്ന് വിളിക്കാത്തത്? എന്താണ് ഇത്ര മടി എന്ന് ചോദിക്കുന്നു. ഇതേ സമയം ഞാൻ ഈ കുടുംബത്തിലെ അംഗമൊന്നുമായിട്ടില്ലല്ലോ. ഏത് സമയവും വേണമെങ്കിലും എനിക്കെതിരെ ഒരു ഭൂകമ്പമോ ഒരു പൊട്ടിത്തെറിയോ ഉണ്ടാകുവാൻ പോവുകയല്ലേ. കൂടാതെ എനിക്ക് നിങ്ങളെക്കുറിച്ച് അധികമൊന്നും ധാരണയുമില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? അതുകൊണ്ടാണ് സാബെന്നും സാറെന്നും വിളിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ മോളെ അലീനെ, ഞാൻ എടുക്കുന്നതാണ് എൻ്റെ തീരുമാനം. നീ എൻ്റെ മകളാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി ഒരു പ്രശ്നമോ ഒന്നും തന്നെ ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. എന്ത് പ്രതിസന്ധിയോ എന്ത് പ്രശ്നമോ ഉണ്ടായാലും ഞാൻ നിന്നെ ആർക്കും വിട്ടുകൊടുക്കുകയില്ല, തള്ളിപ്പറയുകയില്ല. നീ സ്റ്റാൻലി ജോസഫിൻ്റെ മകളാണ് എന്നുള്ള പേര് ധരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി നീ എന്നെ പപ്പ എന്ന് വിളിക്കണമെന്ന് പറയുമ്പോൾ, അലീന ആദ്യമായി സ്റ്റാലിനെ പപ്പ എന്ന് വിളിക്കുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയം സ്റ്റാലിന് സന്തോഷമാവുന്നുണ്ട്. തുടർന്ന് അലീനയുടെ ആവശ്യം അംഗീകരിക്കുകയാണ്. അതിനുവേണ്ടി അലീന 2-3 കാര്യങ്ങൾ എടുത്തു പറയുമ്പോൾ
നമ്മുടെ സ്റ്റാലിൻ മനസ്സിലാക്കുന്നുണ്ട് താനറിയാതെ തൻ്റെ വീട്ടിൽ ഒരുപാട് തിരിമറികൾ നടക്കുന്നുണ്ടെന്ന്. അലീന വന്നതുകൊണ്ട് തനിക്കതറിയാൻ പറ്റിയതുകൊണ്ടും അവളുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ പൊയ്ക്കൊള്ളട്ടെ എന്ന് വിചാരിക്കുകയാണ് നമ്മുടെ സ്റ്റാലിൻ എന്ന് കാണാം. ഒടുവിൽ നമ്മുടെ കാര്യസ്ഥനെയും അടുക്കളയിലെ കുക്കിനെയും ഒക്കെ അലീന പറഞ്ഞ് ഈ വിവരം അറിയിക്കുന്നുണ്ട്. നാളെ തൊട്ട് 6 മണി 6:30 ആകുമ്പോഴേക്കും എഴുന്നേൽക്കണമെന്ന്. ഇതേ സമയം അവർക്കത്ര മടിയാണ് കേട്ടോ. കാരണം ഒരു ശീലം അങ്ങനെ മാറ്റിയെടുക്കാനും സൗകര്യമുള്ളപ്പോൾ എഴുന്നേറ്റ് കുക്ക് ചെയ്ത് കഴിച്ചാൽ മതിയല്ലോ. 8 മണി 8:30 വരെയൊക്കെ കിടന്നുറങ്ങാമല്ലോ. ആ പദ്ധതിയാണ് അലീന വന്ന് പൊളിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അലീനയോട് അവർക്ക് ചെറിയൊരു വിരോധവും വിദ്വേഷവും ഒക്കെ തോന്നുന്നുണ്ട് എന്ന് കാണാം. ഇതിനിടയിൽ കുട്ടിച്ചായം വന്നു കഴിഞ്ഞാൽ ഇവളുടെ പെട്ടി പാക്ക് ചെയ്യുമെന്ന് വിചാരിച്ചാണ് അവർ സന്തോഷിക്കുകയാണ് എന്ന് കാണാം. അതുവരെയുള്ളൂ ഇവരുടെ കളി എന്നും കാണാം. ഇതേ സമയം കുട്ടിച്ചായനാണെങ്കിൽ സ്റ്റാലിൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയം സ്റ്റാലിൻ്റെ അകത്തേക്ക്, അതായത് വീടിനകത്തേക്ക്, ബംഗ്ലാവിൻ്റെ അകത്തേക്ക് കയറിയതിന് ശേഷം കുട്ടിച്ചായൻ സ്റ്റാലിയോട് സംസാരിക്കാൻ തുടങ്ങുകയാണ്. എന്തിനാടാ ആ പെൺകുട്ടിയെ നീ സ്വന്തം മകളാണെന്ന് പറയാനായിട്ട് പോയത്? അവൾ ചിലപ്പോൾ നിന്നെ പറ്റിക്കുന്നതായിരിക്കും, വല്ല വൃത്തികെട്ട സ്വഭാവമുള്ള വല്ല പെൺകുട്ടിയായിരിക്കും. അതുകൊണ്ട് തന്നെ നീ എത്രയും പെട്ടെന്ന് അവളെ ഉപേക്ഷിക്കുന്നതാണ് നല്ലതെന്ന് പറയുമ്പോൾ, ഇല്ലപ്പാ, അവൾ എൻ്റെ മകളാണ് എന്ന് പറയുന്നു. അവൾ ഈ കഴിഞ്ഞ വർഷക്കാലം 23 വർഷക്കാലം അനാഥാലയത്തിൽ അനാഥയെപ്പോലെ ജീവിച്ചവളാണ്. അവളെ ഞാൻ ഒരുപാട് സങ്കടപ്പെടുത്തി. ഇനിയും അവളെ സങ്കടപ്പെടുത്താനായിട്ട് തനിക്ക് കഴിയില്ല എന്ന് പറയുമ്പോൾ, നീ മാറ്, അവളെ വിളിക്ക്, ഞാൻ പറഞ്ഞു വിട്ടോളാം എന്ന് പറയുകയാണ്. അപ്പം അത് നടക്കില്ല എന്ന് സ്റ്റാലിൻ പറയുന്നു. എന്നിരുന്നാലും അലീന അവിടെ നിന്ന് കേൾക്കുന്നുണ്ടെങ്കിലും കുറച്ചൊക്കെ കേൾക്കുന്നുള്ളൂ. ഏത് നേരവും അലീന കള്ളിയാണ്, അലീന നിന്നെ പറ്റിക്കും എന്നൊക്കെയാണ് കൂടുതലും അലീന കേൾക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ അലീനയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് കാണാത്ത ഒരാളെക്കുറിച്ച് ഇങ്ങനെ അനാവശ്യം പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ അപ്പനായ കുട്ടിച്ചായൻ്റെ അടുത്തേക്ക് വരുന്നു. കുട്ടിച്ചായൻ അലീനയുടെ ശബ്ദം കേട്ട് എന്താടി പറഞ്ഞത് എന്ന് ചോദിച്ച് തിരിഞ്ഞതും തൻ്റെ ഭാര്യ മുൻപിൽ വന്ന് നിൽക്കുന്ന മാതിരി കുട്ടിച്ചായന് തോന്നുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. കുട്ടിച്ചായൻ അപ്പോൾ തന്നെ താൻ പറഞ്ഞതിനെല്ലാത്തിനും മാപ്പ് ചോദിക്കുന്നൊരു കാഴ്ച കാണാൻ സാധിക്കും. തുടർന്ന് അലീന പറയുന്നുണ്ട്, എന്നോട് മാപ്പൊന്നും പറയണ്ട മുത്തശ്ശ, എനിക്ക് അങ്ങനെ പറഞ്ഞപ്പോൾ ദേഷ്യം വന്നപ്പോൾ അറിയാത്ത ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ എന്ത് വേദനയുണ്ടാകുമെന്ന് അറിയോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ അത്രക്കാരിയൊന്നും അല്ല എന്ന് കൂടി പറയുമ്പോൾ എൻ്റെ ഭാഗത്ത് തെറ്റെന്ന് കുട്ടിച്ചായൻ പറയുന്നു.